രാമായണ ശീലുകളാൽ മുഖരിതമാകുന്ന കർക്കടക മാസത്തിൽ ലോകത്തിലെ ഏറ്റവും ചെറിയ രാമായണം കൗതുകമാകുന്നു. തൃശൂർ പുറനാട്ടുകര സ്വദേശിയായ ആറ്റൂർ സന്തോഷ് കുമാറാണ് ലോകത്തിലെ ആദ്യത്തെ സൂക്ഷ്മ സംക്ഷിപ്ത രാമായണം തയ്യാറാക്കിയിരിക്കുന്നത്. അഞ്ച് മില്ലിമീറ്റർ നീളവും വീതിയുമുള്ള കുഞ്ഞൻ പുസ്തകത്തിൽ രാമായണത്തിലെ 24 ശ്ലോകങ്ങളുടെ സംഗ്രഹമാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ലെൻസ് ഉപയോഗിച്ച് വായിക്കാവുന്ന ഈ ഇത്തിരി കുഞ്ഞൻ പുസ്തകം ഭക്തിക്കൊപ്പം കൗതുകവും പകരുന്നു. മലയാള ഭാഷയിലെ ആ മുതൽ റാ വരെയുള്ള 51 അക്ഷരങ്ങളിലൂടെയാണ് രാമായണത്തിന്റെ ആദ്യ പേജുകൾ ആരംഭിക്കുന്നത്. ഒരു പേജിൽ 3 വാക്കുകൾ വീതം ഉൾപ്പെടുത്തി 201 പേജുകളിലായി അന്തഃശബ്ദ ചോരാതെയും കഥാപാത്രങ്ങളോടും സന്ദർഭങ്ങളോടും യോജിച്ച രീതിയിലുമാണ് സംക്ഷിപ്ത രൂപം തയ്യാറാക്കിയിട്ടുള്ളത്. ഈ രാമായണത്തെ ചെറിയൊരു രാമായണമായി സൂക്ഷ്മ സംക്ഷിപ്ത രൂപത്തിൽ തയ്യാറാക്കിക്കൂടെ എന്നുള്ള ചിന്ത മനസ്സിലുദിച്ചത് ഏകദേശം ഒരു 3 വർഷത്തെ പരിശ്രമവും പഠനങ്ങളും നിരന്തരമായിട്ടുള്ള ചർച്ചകളും ആശയവിനിമയങ്ങളും ഒക്കെ ഇതിനെ എന്നെ സഹായിക്കുകയുണ്ടായി. 51 അക്ഷരങ്ങളുള്ള എൻ്റെ ഈ പുസ്തകത്തിൽ ആ തൊട്ട് റാ വരെയുള്ള 51 അക്ഷരങ്ങളിലൂടെയാണ് ഇതിൻ്റെ സംഗ്രഹം ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ രീതിയിലാണ് ഇതിൻ്റെ ക്രമം സെറ്റ് ചെയ്തിട്ടുള്ളത് 51 പേജ്. തുടർന്ന് നമ്മുടെ നിരീക്ഷണങ്ങളുടെയും വ്യാഖ്യാനങ്ങളുടെയും അതുപോലെ തന്നെ ആധ്യാത്മികമായിട്ടുള്ള ചിന്ത വിട്ടുപോകാത്ത രീതിയിൽ തന്നെയാണ് ബാക്കി 201 പേജിലേക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. സ്വന്തമായി പ്രിന്റിംഗ് പ്രസ് നടത്തുന്ന സന്തോഷ് കുമാർ കഴിഞ്ഞ കോവിഡ് കാലത്താണ് പുസ്തക രചനയിലേക്ക് തിരിയുന്നത്. വൈറസ് ഈ ലോകത്തെ തന്നെ വീട്ടിനകത്ത് തളച്ചിട്ടപ്പോഴാണ് ഇത്തരത്തിലൊരു പുസ്തകം എന്ന ആശയത്തിലേക്ക് എത്തിയതെന്ന് സന്തോഷ് പറയുന്നു. 2020 ലോകമെമ്പാടുമുള്ള ജനങ്ങൾ കൊറോണ രാജകുമാരിയെ വരവേറ്റ ഒരു സന്ദർഭമുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആ ഒരു മരണദേവത ലോകത്തെ എല്ലാവരെയും ബുദ്ധിമുട്ടിയ സമയത്ത് നമ്മളും സ്വാഭാവികമായിട്ടും നമ്മൾ വീട്ടിൽ അടച്ചിടേണ്ട ഒരു സന്ദർഭമുണ്ടായി. അങ്ങനെയുള്ള സമയത്താണ് നമ്മുടെ ആധ്യാത്മിക പാരമ്പര്യമുള്ള ഇതിഹാസങ്ങളെ ശ്രദ്ധിച്ച് അതിൽ തന്നെ പ്രധാനപ്പെട്ട രാമായണം മനസ്സിലാക്കാനും വായിക്കാനും ശ്രമിച്ചത്. രാമായണത്തിൽ തന്നെ ഏകദേശം 252 തരം രാമായണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനെ പഠിക്കാൻ ശ്രമിച്ചു. കഴിഞ്ഞ 3 വർഷത്തോളം നീണ്ട പരിശ്രമം ഒരു കുഞ്ഞു ചെപ്പിലാണ് വായനക്കാരിലേക്ക് എത്തിക്കുന്നത്. ലെൻസ് ഉപയോഗിച്ച് വായിക്കാൻ കഴിയാത്തവർക്കായി ഒരു മിനിയേച്ചർ പതിപ്പ് കൂടി നൽകുന്നുണ്ട്. 50 രൂപയാണ് വില. സ്വതന്ത്ര വ്യാഖ്യാനങ്ങളിലൂടെ രാമായണത്തിലെ ശത്രുഘ്നെ കുറിച്ച് വിവരിക്കുന്ന ശത്രുഘ്ന മൗനം എന്ന പുസ്തകവും സന്തോഷ് കുമാർ രചിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, തൃശൂർ.